നമസ്കാരം. വൈറ്റ്സ് വൺ ടോക്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമസ്കാരം. ബി.ജെ.പിയുടെ സംസ്ഥാന പ്രസിഡന്റായിട്ട് രാജീവ് ചന്ദ്രശേഖർ കടന്നു വരുമ്പോൾ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടി മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കും അദ്ദേഹം പ്രവർത്തിക്കാൻ പോകുന്നത്. ഏത് തരത്തിലുള്ള ഒരു തീരുമാനങ്ങളാകും അല്ലെങ്കിൽ എന്ത് തരത്തിലുള്ള മാറ്റങ്ങളാകും രാജീവ് ചന്ദ്രശേഖർ കൊണ്ടുവരാൻ പോകുന്നതെന്നാണ് അങ്ങ് കരുതുന്നത്? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം വിചാരിച്ചിരുന്നത് ബി.ജെ.പി CPM-നെ 2026 തെരഞ്ഞെടുപ്പിൽ വിജയിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് രാജീവ് ചന്ദ്രശേഖരെ പോലെയുള്ള ഒരാളെ ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷനായിട്ട് നിയമിച്ചത് എന്നാണ്. പക്ഷെ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് രാജീവ് ചന്ദ്രശേഖർ ഇപ്പോൾ കേന്ദ്രത്തോട് ആവശ്യപ്പെടാൻ പോകുന്ന ഒരു കാര്യം എന്താ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കഴിഞ്ഞ കാലഘട്ടത്തിലെ പോലെ CPM-നെ സഹായിക്കുന്ന ഒരു നിലപാടിൽ നിന്നും മാറ്റം വരുത്തി CPM-നെ ശക്തമായി എതിർക്കാനും ഇപ്പോൾ CPM-ന്റെ സർക്കാരിനെതിരെയും CPM-നെതിരെയും നടന്നുകൊണ്ടിരിക്കുന്ന കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണമുണ്ട്. ആ അന്വേഷണങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്താൻ, ഇപ്പം ലാവ്ലിൻ കേസിന്റെ അവസ്ഥ നമുക്കറിയാം. സുപ്രീം കോടതി കേസ് ഓരോ തവണയും എടുത്ത് മാറ്റിവെച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ SFIO കേസിൽ മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരായ കേസ്, ആ കേസ് ഇപ്പോൾ കേന്ദ്ര ഫിനാൻസ് മിനിസ്ട്രിയുടെ പരിഗണനയിലാണുള്ളത്. അതോടൊപ്പം തന്നെ കരുവന്നൂർ ബാങ്കിൽ ED എടുത്തിട്ടുള്ള നിലപാട്, ഇതിലൊക്കെ ശക്തമായ അന്വേഷണം ആവശ്യപ്പെടുകയാണ് രാജീവ് ചന്ദ്രശേഖർ കേന്ദ്ര നേതൃത്വത്തോട്. കാരണം കേരളത്തിൽ CPM-നെ എതിർത്താൽ മാത്രമേ BJPക്ക് വളരാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളൊരു യാഥാർത്ഥ്യം രാജീവ് ചന്ദ്രശേഖർ ഉൾക്കൊണ്ടിരിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ യാഥാർത്ഥ്യം കേന്ദ്ര നേതൃത്വത്തെ മനസ്സിലാക്കിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറെടുപ്പിലാണ് രാജീവ് ചന്ദ്രശേഖർ ഉള്ളത്. കാരണം നാളിതുവരെ കോൺഗ്രസിനെ എതിർക്കുക, കോൺഗ്രസിനെ നശിപ്പിച്ചതിന് ശേഷം BJPക്ക് ഇവിടെ വളരാം എന്നുള്ളൊരു കാഴ്ചപ്പാടാണ് BJPയിലെ സംസ്ഥാന നേതൃത്വത്തിന് ഉണ്ടായിരുന്നത് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. അതിൽ നിന്നുള്ള ഒരു നയ വ്യതിയാനം രാജീവ് ചന്ദ്രശേഖർ നടത്തുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് BJP കേരളത്തിൽ ഇനി വളരാൻ പോകുന്നു എന്നുള്ളത് തന്നെയാണ്. അപ്പൊ അങ്ങനെ വരുമ്പോ BJPയുടെ എതിരാളി CPM ആണ്, കോൺഗ്രസ് അല്ല എന്നൊരു ഇത് വരുന്നുണ്ടോ? CPM-നെതിരെ BJP ശക്തമായ പ്രവർത്തനങ്ങളുമായി രംഗത്തേക്ക് വരുമ്പോൾ CPM സർക്കാരിനെയും പിണറായിസത്തെയും കൂടുതൽ വിമർശനത്തിന് BJP വിധേയമാക്കുന്ന ഒരു സാഹചര്യം കേരളത്തിലുണ്ടായാൽ അവിടെ CPM-ന് വളർച്ചയുണ്ടാവും. CPM-ഉമായിട്ട് പലതരത്തിലുള്ള അഡ്ജസ്റ്റ്മെന്റുകൾ നടത്തുന്ന സമയത്താണ് BJPക്ക് പരാജയം ഉണ്ടാകുന്നത് എന്ന് മനസ്സിലാക്കുക. BJP ഇനിയും ഒരുപാട് മുമ്പോട്ട് പോകേണ്ടതുണ്ട്. അങ്ങനെ BJPക്ക് മുമ്പോട്ട് പോകണമെന്നുണ്ടെങ്കിൽ അത് CPM-നെ തന്നെ ശക്തമായ രീതിയിൽ എതിർത്താൽ മാത്രമേ BJPക്ക് മുൻപോട്ട് പോകാനായിട്ട് സാധിക്കത്തുള്ളൂ. കാരണം ഇതിനകത്ത് എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും ജാതി സമവാക്യങ്ങൾ, ഏറ്റവും കൂടുതലായിട്ട് CPM-നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ് ഈഴവ കമ്മ്യൂണിറ്റി. ഈ ഈഴവ കമ്മ്യൂണിറ്റിയുടെ വോട്ടും അതോടൊപ്പം തന്നെ ക്രിസ്ത്യൻ സമുദായത്തിന്റെ വോട്ട് കൂടി ശേഖരിക്കുന്ന ഒരു രീതിയിലേക്ക് BJP മാറിക്കഴിഞ്ഞാൽ BJPക്ക് കേരളത്തിൽ ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. തൃശ്ശൂർ തെരഞ്ഞെടുപ്പിൽ അങ്ങനെ കണ്ടിട്ടുണ്ട് എന്ന് പറയാൻ പറ്റുമല്ലോ. അതായത് മതവിഭാഗങ്ങളുടെ വോട്ട് നേടിയിട്ടാണ് സുരേഷ് ഗോപി ജയിച്ചതെന്ന് പറഞ്ഞാൽ തെറ്റില്ലല്ലോ. തൃശ്ശൂരെ BJPയുടെ അല്ലെങ്കിൽ സുരേഷ് ഗോപിയുടെ വിജയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മറ്റൊരു തരത്തിൽ വേണം കാണാനായിട്ട്. കാരണം കഴിഞ്ഞ 5 വർഷമായിട്ട് സുരേഷ് ഗോപിയുടെ വിജയത്തിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ അവിടെ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു തൃശ്ശൂർ. ഏകദേശം 75,000-ഓളം പുതിയ വോട്ടുകൾ സംസ്ഥാനത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നായിട്ട് തൃശ്ശൂർ കൊണ്ടുപോയി ചേർക്കാനായിട്ട് BJPക്ക് സാധിച്ചു എന്ന് വേണം നമ്മൾ കരുതാനായിട്ട്. അത് കൂടാതെ തന്നെ പ്രധാനമന്ത്രി സുരേഷ് ഗോപിയോട് കാണിച്ച ഒരു ഇൻറ്റിമസി, അദ്ദേഹത്തോട് കാണിച്ച ഒരു താല്പര്യം, അദ്ദേഹത്തിൻ്റെ മകളുടെ വിവാഹത്തിനുൾപ്പെടെ വന്ന് അത് അദ്ദേഹവുമായി വളരെ അടുത്ത ബന്ധമാണ് എന്ന് തൃശ്ശൂർക്കാരെ അറിയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലും അതുകൂടാതെ സുരേഷ് ഗോപി വ്യക്തിപരമായി അവിടെ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനത്തിലും ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങളൊക്കെ സുരേഷ് ഗോപി അവിടെ ചെയ്തിട്ടുണ്ട് ഈ കഴിഞ്ഞ 5 വർഷമായിട്ട്. പക്ഷേ അദ്ദേഹം ഒരു MP ആയതിനു ശേഷം ഏതെങ്കിലും തരത്തിലുള്ള ചാരിറ്റി പ്രവർത്തനങ്ങൾ തൃശ്ശൂർ നടത്തുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്നുള്ളതാണ് അതിനർത്ഥം. കാരണം പാലം കടക്കോളം നാരായണ, അത് കഴിഞ്ഞാൽ കൂരായണ എന്നുള്ള ഒരു നിലപാട് തന്നെയാണ് സുരേഷ് ഗോപി തൃശ്ശൂർ അവലംബിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. പക്ഷെ ഇപ്പോൾ ഈ കേരളത്തിൽ നിന്നുള്ള ഈ പണ്ടത്തെ രാഷ്ട്രീയ നയ രൂപീകരിക്കുന്ന ആളുകളെയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് കൃത്യമായ ഒരു രാഷ്ട്രീയ അജണ്ട സെറ്റ് ചെയ്ത് മുൻപോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് രാജീവ് ചന്ദ്രശേഖരുടെ തീരുമാനം. അതിനനുസരിച്ചുള്ള ഒരു രാഷ്ട്രീയ ഉപദേശമാണ് അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ളത്. അതിന് പ്രകാരം അദ്ദേഹം CPM-നെ അതിശക്തമായിട്ട് എതിർക്കും. കാരണം കേരളത്തിലെ ഏറ്റവും വലിയൊരു കമ്മ്യൂണിറ്റിയാണ് ഈഴവ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. ആ ഈഴവ കമ്മ്യൂണിറ്റിയുടെ ബഹുഭൂരിപക്ഷം ആളുകളും പിന്തുണയ്ക്കുന്നത് CPM-നെ ആണെന്ന് മനസ്സിലാക്കണം. ആ വോട്ടുകൾ BJPയിലേക്ക് എത്തിക്കാൻ സാധിച്ചാൽ മാത്രമേ BJPക്ക് ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കത്തുള്ളൂ. മറിച്ച് കോൺഗ്രസിനകത്ത് നിൽക്കുന്ന വോട്ടുകൾ അവർ സ്ഥിരമായിട്ട് കോൺഗ്രസ്സുകാരായിട്ട് തന്നെ നിൽക്കും. നമ്മളൊരു കാര്യം മനസ്സിലാക്കുക, കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ പോയാലും അതിൻ്റെ അണികൾ മറ്റൊരു പാർട്ടിയിലേക്ക് പോവുക വളരെ വിരളമാണ്. അതുകൊണ്ട് കോൺഗ്രസ്സുകാർ എന്നും കോൺഗ്രസിൻ്റെ
ഇതായിട്ട് ഒരു പക്ഷത്ത് തന്നെ നിൽക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് ആ ഒരു യാഥാർത്ഥ്യം ഉൾക്കൊണ്ടിരിക്കുന്ന രാജീവ് ചന്ദ്രശേഖരെ സംബന്ധിച്ചിട്ട് 2026 തെരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും തരത്തിൽ CPM-നെ സഹായിച്ചാൽ അത് BJP കേൾക്കുന്ന ഏറ്റവും വലിയ തിരിച്ചടിയായിരിക്കും എന്നുള്ളൊരു യാഥാർത്ഥ്യ ബോധം അദ്ദേഹത്തിന് ഉണ്ടായിരിക്കുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാനായിട്ട്. നമ്മൾ രാജീവ് ചന്ദ്രശേഖരെ ഇവിടെ സംസ്ഥാന പ്രസിഡന്റായിട്ട് നിയമിക്കുന്ന സമയത്ത് നമ്മളൊക്കെ വിചാരിച്ചിരുന്നത് ഇത് CPM-നെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് എന്നൊക്കെയാണ്. അതല്ല എങ്കിൽ നമ്മൾ വിചാരിച്ചിരുന്നത് ശോഭാ സുരേന്ദ്രനോ MT രമേശോ ആരെങ്കിലുമൊക്കെ സംസ്ഥാന പ്രസിഡന്റായിട്ട് വരും, CPM-നെതിരെ അതിശക്തമായ പ്രചരണം കേരളത്തിൽ ഉണ്ടാകും എന്നൊക്കെയാണ്. പക്ഷെ അതിന് വിപരീതമായിട്ട് രാജീവ് ചന്ദ്രശേഖർ വരുന്നു. അദ്ദേഹം പക്ഷേ CPM-നെ എതിർക്കാൻ വേണ്ടി, അതും അതിശക്തമായ രീതിയിൽ എതിർക്കാൻ വേണ്ടിയിട്ടുള്ളൊരു തീരുമാനമാണ് അദ്ദേഹം എടുത്തിട്ടുള്ളത്. അതുകൂടാതെ തന്നെ കേരളത്തിലെ ബിസിനസ് കമ്മ്യൂണിറ്റിയുമായിട്ട് വളരെ അടുത്ത ഒരു ബന്ധം സ്ഥാപിക്കാനും അവരുടെ വോട്ട് ബാങ്ക് കൂടി BJP പക്ഷത്തേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള നീക്കങ്ങളും അദ്ദേഹം നടത്തുന്നുണ്ട് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. കേരളത്തിലുള്ള 2020 പോലെയുള്ള പാർട്ടികളുമായിട്ടും പ്രാഥമിക ചർച്ചകൾ അദ്ദേഹം ആരംഭിച്ചു കഴിഞ്ഞു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. കാരണം 2020-ക്കൊക്കെ ഇന്റർനാഷണൽ വിഷനോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു പൊളിറ്റിക്കൽ പാർട്ടിയാണ്. അതുകൂടാണ്ട് അതിന്റെ നേതാവായിട്ടുള്ള ശ്രീ സാബു എം ജേക്കബ് എന്ന് പറയുന്നത് രാജീവ് ചന്ദ്രശേഖരെ പോലെ തന്നെ ഒരു പ്രമുഖ വ്യവസായിയാണ് എന്നുള്ള കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കുക. CPM-നോട് ഒരു എതിർപ്പുണ്ട് എന്ന് തോന്നുന്നു. 2020-ക്ക് തീർച്ചയായിട്ടും CPM-നോട് എതിർപ്പുണ്ട്. അപ്പൊ ഇങ്ങനെ നാനാ തരത്തിലുള്ള വിവിധ വിഭാഗങ്ങളിൽപ്പെട്ട ആളുകളെ യോജിപ്പിച്ചുകൊണ്ട് കേരളത്തിൽ വളരെ വലിയൊരു മുന്നേറ്റം നടത്താൻ വേണ്ടിയിട്ടാണ് രാജീവ് ചന്ദ്രശേഖർ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ഒരു തീരുമാനം രാജീവ് ചന്ദ്രശേഖർ എടുത്ത് മുന്നോട്ട് പോകുമ്പോൾ അത് ഏറ്റവും കൂടുതൽ ബാധിക്കുക മൂന്നാം ജയം ആഗ്രഹിച്ചിരിക്കുന്ന അല്ലെങ്കിൽ മൂന്നാമതൊരു ഭരണം വരുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുന്ന CPM-നെ തന്നെയായിരിക്കും. അപ്പൊ ഇത് ഏത് തരത്തിൽ അവർക്ക് പ്രതിരോധിക്കാൻ കഴിയുമെന്നാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രതിരോധം ഉണ്ടാകുമോ? BJP ശക്തമായിട്ട് CPM-നെയും പിണറായി സത്തെയും എതിർക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം കേരളത്തിൽ ഉണ്ടായാൽ ഒരു കാരണവശാലും മൂന്നാം LDF സർക്കാർ എന്നത് ഇവിടെ യാഥാർത്ഥ്യമാകില്ല എന്നുള്ളതൊരു വസ്തുതയാണ്. ഇപ്പോഴും CPM വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോൺഗ്രസിനെ കേരളത്തിൽ ഇല്ലായ്മ ചെയ്യുവാൻ വേണ്ടിയിട്ട് BJP വീണ്ടും CPM-നെ വോട്ട് ചെയ്യും എന്നുള്ളതാണ്. പക്ഷേ ഒരു കാരണവശാലും അതിനെ അനുവദിക്കില്ല എന്നുള്ളൊരു തീരുമാനത്തിലാണ് രാജീവ് ചന്ദ്രശേഖർ ഉള്ളത്. സംസ്ഥാനത്തെ ഗ്രൂപ്പ് നേതാക്കന്മാരുടെ ആരുടെയും പുറകെ രാജീവ് ചന്ദ്രശേഖർ പോകുന്നില്ല. എന്നാൽ അദ്ദേഹത്തിൻ്റെ ഭാഷയുടെ പ്രശ്നമൊക്കെ നമ്മൾ നേരത്തെ ചൂണ്ടിക്കാണിച്ചിരുന്നു. പക്ഷേ അതെല്ലാം മാറ്റിവെച്ചുകൊണ്ട് പ്രാദേശിക തലത്തിലുള്ള നേതാക്കന്മാരുമായിട്ട് വരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് അദ്ദേഹത്തിൻ്റെ സംവിധാനങ്ങളെ മാറ്റിയിരിക്കുന്നു എന്ന് വേണം നമ്മൾ കാണാനായിട്ട്. ഇന്നത്തെ സാഹചര്യത്തിൽ BJP-യെ കൂടെ നിർത്തേണ്ടത് CPM-ന്റെ ആവശ്യമാണെന്ന് തോന്നുന്നു അല്ലേ? അതായത് BJP-ക്ക് കൂടെ നിർത്തേണ്ട ഒരു ആവശ്യമില്ല, CPM-നാണ് കൂടെ നിർത്തേണ്ടത് ഒരാവശ്യമായിട്ടുള്ളത്. ഈ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം വരുമ്പോഴും അല്ലെങ്കിൽ അങ്ങനത്തെ സാഹചര്യത്തിലെല്ലാം BJP-യെ കൂടെ നിർത്തേണ്ടത് CPM-ന്റെ ആവശ്യമാണ്. അല്ലാതെ BJP-ക്ക് CPM-നെ നിർത്തേണ്ട ഒരു ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. BJP-ക്ക് ഒരിക്കലും CPM-ന്റെ ആവശ്യമില്ല, മറിച്ച് CPM-നാണ് BJP-യെ കൊണ്ട് ആവശ്യമുള്ളത്. ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ അന്വേഷണങ്ങളൊക്കെ അവസാനിപ്പിക്കണമെന്നുണ്ട്. 1-2 കേസല്ല, ലാവ്ലിൻ കേസ്, മകളുടെ SFIO കേസ്, അതോടൊപ്പം തന്നെ കരുവന്നൂർ കേസ്, ഇനി കേസുകൾ വരാൻ വേണ്ടി കിടക്കുന്നതേ ഉള്ളൂ. ഇങ്ങനെ ഒരുപാട് കേസുകൾ BJP ശക്തമായിട്ടൊന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ കേരളത്തിലെ ഗവൺമെന്റിനെതിരെ സ്വർണ്ണക്കള്ളക്കടത്ത് കേസ് ഉൾപ്പെടെയുള്ള കേസുകളിൽ ശക്തമായ അന്വേഷണങ്ങൾ നടന്നു കഴിഞ്ഞാൽ പല ഉന്നതരും ജയിലറയ്ക്കുള്ളിൽ ആകുമെന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കിയതിനെ കൊണ്ട് തന്നെയാണ് രാജീവ് ചന്ദ്രശേഖർ പറയുന്നത് CPM-നെതിരെ ശക്തമായ നിലപാട് മാറ്റുന്ന ഒരു നയമാണ് കേരളത്തിലെ BJP ആവിഷ്കരിക്കാൻ പോകുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചർച്ച കേന്ദ്ര നേതൃത്വവുമായിട്ട് നടത്തും. കേന്ദ്ര നേതൃത്വം അതിന് അംഗീകാരം തരും എന്നുള്ള ഒരു ഉത്തമ വിശ്വാസത്തിലും കോൺഫിഡൻസിലുമാണ് അദ്ദേഹം ഉള്ളതെന്നാണ് നമ്മൾ മനസ്സിലാക്കാനായിട്ട്. ഇപ്പൊ കഴിഞ്ഞ ദിവസം വിജിലൻസ് കോടതി മകളുടെ കേസ് തള്ളിയതുകൊണ്ട് തന്നെ പാർട്ടിയും അതുപോലെ തന്നെ MV ഗോവിന്ദനും പിണറായി വിജയനും ഒക്കെ അത്യധികം സന്തോഷത്തിലാണ്. പക്ഷെ ഇങ്ങനെ ഒരു നീക്കത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ അത് അവർക്ക് അത്ര സുഖകരമായിരിക്കില്ലെന്നല്ലേ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മാത്യു കുഴൽനാടൻ ഒരു കാരണവശാലും ഹൈക്കോടതിയെ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് സമീപിക്കാൻ പാടുണ്ടായിരുന്നതല്ല. കാരണം വിജിലൻസ് വകുപ്പ് ആരുടെ കീഴിലാണ്? വിജിലൻസ് വകുപ്പ് വരുന്നത് മുഖ്യമന്ത്രിയുടെ കീഴിലാണ്. ഈ വിജിലൻസ് അന്വേഷണത്തെയൊക്കെ തട്ടിത്തെറിപ്പിച്ചു കൊണ്ടുപോകാനായിട്ട് ഒരുപാട് കാരണങ്ങളുണ്ട്. പലരും പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ SFIയുടെ അന്വേഷണത്തിന് ഒരു തടയിടാൻ വേണ്ടിയിട്ടാണ് ഈ ഹൈക്കോടതിയിൽ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ഹർജി നൽകിയത് എന്ന് വരെ പറയുന്ന ആളുകളുണ്ട് ഇവിടെ എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. അപ്പോൾ കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിട്ട് പറയുകയാണെങ്കിൽ മാത്യു കുഴൽനാടൻ നൽകിയിട്ടുള്ള ആ ഒരു ഹർജി കോൺഗ്രസ് പാർട്ടിക്ക് തിരിച്ചടിയാകുന്ന ഒരു സാഹചര്യമുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. TMRL എന്ന കമ്പനിയിൽ നിന്നും എക്സാലോജിക് എന്ന് പറയുന്ന കമ്പനിയിലേക്ക് മാസപ്പടി പോയിട്ടുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. അവർ പറയുന്ന സേവനങ്ങൾ എന്ന് പറയുന്നാൽ എക്സൽ, വിൻഡോ എന്നൊക്കെ പറയുന്നതാണ്. അത് 750 രൂപയ്ക്കും 1500 രൂപയ്ക്കും ഒക്കെ നമുക്ക് നമ്മുടെ സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്ന സേവനങ്ങൾക്കാണ് കോടികൾ
പോയിട്ടുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ഇതിലൊക്കെ വൻ അഴിമതി നടന്നിട്ടുണ്ട്. ഇതിനകത്തൊക്കെ ശക്തമായ ഒരു അന്വേഷണം വന്നു കഴിഞ്ഞാൽ ഉന്നതരായിട്ടുള്ള പല ആളുകളും ജയിലറയ്ക്കുള്ളിലേക്ക് പോകും എന്നുള്ളത് സത്യമാണ്. ആ സത്യം തിരിച്ചറിഞ്ഞിരിക്കുന്നു രാജീവ് ചന്ദ്രശേഖർ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആ സത്യം തിരിച്ചറിഞ്ഞുകൊണ്ട് രാജീവ് ചന്ദ്രശേഖർ യഥാർത്ഥമായ ഒരു രാഷ്ട്രീയ പോരാട്ടത്തിന് ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ കേരളത്തിലെ CPIM എന്ന് പറയുന്നത് ഒരു ഓർമ്മയായിട്ട് മാറും. അതായത് രാജീവ് ചന്ദ്രശേഖറിനെ സംബന്ധിച്ചിടത്തോളം ഇത് നിർണായകമാണ്. കാരണം ഇത്രയും പേര് സാധ്യതകൾ ഉണ്ടായിരുന്ന ഒരുപാട് പേരെ തള്ളിയാണ് അദ്ദേഹം ഈ നിലയിലെത്തിയത്. അപ്പോൾ മറ്റു പാർട്ടികൾക്ക് ഫേവർ ആകുന്ന രീതിയിൽ ചെയ്യുന്നത് അദ്ദേഹത്തിന് തന്നെ ദോഷമാണ്. അപ്പോൾ ഇങ്ങനൊരു നിലപാട് അദ്ദേഹത്തിന്റെ തന്നെ ഉയർച്ചയിലേക്ക് തന്നെ കാരണമാകുന്ന ഒരു തീരുമാനമാകില്ലേ? ഈ പാർട്ടിക്കകത്ത് തന്നെ പല സാധാരണക്കാരായിട്ടുള്ള പ്രവർത്തകർ ഈ വോട്ട് മറിച്ച് കൊടുക്കുന്ന രീതിയോട് ശക്തമായ എതിർപ്പുള്ളവരാണ്. കാരണം തങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ അധികാരത്തിൽ എത്തണമെന്നുണ്ടെങ്കിൽ ഈ വോട്ട് കച്ചവടം ആദ്യം അവസാനിപ്പിക്കണം എന്ന് വളരെയധികം ആഗ്രഹമുള്ള പ്രവർത്തകരാണ്. അപ്പോൾ ഒരാൾ വന്നിട്ട് വളരെ പ്രൊഫഷണലായിട്ട് ഒരു പാർട്ടിയെ മുൻപോട്ട് നയിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ പറയുന്ന എല്ലാ ഗ്രൂപ്പ് നേതാക്കന്മാരെയും ഒഴിവാക്കിക്കൊണ്ട് പ്രവർത്തകർ അവരുടെ കൂടെ നിൽക്കും എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. ഇപ്പോൾ BJPക്ക് 30 ജില്ലാ പ്രസിഡന്റുമാരാണുള്ളത്. ഈ 30 ജില്ലാ പ്രസിഡന്റുമാരും ചെറുപ്പക്കാരാണ്. അതോടൊപ്പം തന്നെ ഒരു പ്രൊഫഷണലായിട്ട് ആ ജില്ലയെ നയിക്കാൻ ശേഷിയുള്ളവരാണ്. നമ്മളൊക്കെ ആദ്യം കരുതിയിരുന്നത് ഇവരുടെ പരിചയക്കുറവ് പാർട്ടിയുടെ മുൻപോട്ടുള്ള പ്രയാണത്തിന് തടസ്സമാകുമെന്നാണ്. പക്ഷേ അതിനെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ഇവരെയെല്ലാം വളരെ പ്രൊഫഷണൽ രീതിയിൽ തന്നെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് രാജീവ് ചന്ദ്രശേഖർക്ക് സാധിക്കും എന്നുള്ളതാണ് ഈ ഏറ്റവും അവസാനമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ പറയുന്നു രാജീവ് ചന്ദ്രശേഖർ BJPയിൽ മാറ്റങ്ങൾ കൊണ്ടുവരികയാണ്. CPMനെ എതിർക്കാൻ വേണ്ടിയിട്ട് രാജീവ് ചന്ദ്രശേഖരും BJPയും തീരുമാനിച്ചാൽ കേരളത്തിലെ CPM ഇല്ലാതാകും എന്ന കാര്യത്തിൽ തർക്കം വേണ്ട. ആ കൂട്ടത്തിൽ കോൺഗ്രസും വളരെ പ്രൊഫഷണലായിട്ട് CPMന് എതിരെ തിരിഞ്ഞാൽ തീർച്ചയായിട്ടും CPM ഒരു തരത്തിലും മൂന്നാമത് ഒരു പ്രാവശ്യം കൂടി കേരളത്തിൽ അധികാരത്തിൽ വരില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം തന്നെയാണ്. ഇനി കേരളത്തിലും കൂടെ ഇല്ലെങ്കിൽ ഈ രാജ്യത്ത് തന്നെ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരില്ലേ CPMന് ഭരണമുള്ള ഒരേ ഒരു സംസ്ഥാനം കേരളം മാത്രമല്ലേ? കാരണം അവരുടെ കയ്യിലിരിപ്പ് കൊണ്ടാണല്ലോ. കാരണം ബംഗാളിൽ എത്ര വർഷം ഭരിച്ചു, ത്രിപുരയിൽ എത്ര വർഷം ഭരിച്ചു, കേരളത്തിൽ എത്ര വർഷം ഭരിച്ചു. ജ്യോതി ബാസുവിന് ഒരുപക്ഷെ പ്രധാനമന്ത്രി ആവാൻ വരെയുള്ള അവസരങ്ങൾ കിട്ടിയിട്ടും അത് വേണ്ട എന്ന് വെച്ച വലിയ രാഷ്ട്രീയ മണ്ടത്തരങ്ങൾ കാണിച്ചിട്ടുള്ള ഒരു പാർട്ടിയുടെ പേരാണ് CPIM എന്ന് പറയുന്നത്. ഇതത് കേരളത്തിൽ എങ്ങനെ നിലനിൽക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ CPM ആരോപിക്കുന്നത് പോലെ ഇന്ത്യയിലെ ഏറ്റവും വലിയ വർഗീയ രാഷ്ട്രീയ പാർട്ടിയായിട്ടുള്ള BJPയുടെ സഹായത്തോടു കൂടിയാണ് രണ്ടാം പിണറായി സർക്കാർ കേരളത്തിൽ അധികാരത്തിൽ വന്നിട്ടുള്ളത്. ആ BJPയുടെ തന്നെ സഹായത്തോടു കൂടിയാണ് മൂന്നാമതും ഒരു LDF സർക്കാർ ഇവിടെ വരുമെന്ന് ഇത്ര ആത്മവിശ്വാസത്തോടുകൂടി അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിനെല്ലാം ഘടകവിരുദ്ധമായിക്കൊണ്ട് ഇപ്പോൾ BJP സ്വതന്ത്രമായ നിലപാട് സ്വീകരിച്ച് CPMനെ എതിർക്കാൻ വേണ്ടി തീരുമാനിച്ചു കഴിഞ്ഞാൽ CPMന്റെ കട്ടപ്പുകയായിരിക്കും വരുന്ന ആളുകളിൽ കേരളം കാണാൻ പോകുന്നത് എന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. കേന്ദ്ര ഏജൻസികൾ സുതാര്യമായിട്ട് ലാവ്ലിൻ കേസിലും അതോടൊപ്പം തന്നെ SFIO കേസിലും കരുവന്നൂർ കേസിലും സ്വർണ്ണക്കള്ളക്കടത്ത് കേസിലുമൊക്കെ നടപടി സ്വീകരിക്കുവാനൊരുങ്ങിയാൽ പല പ്രമുഖരും ജയിലിലിരുന്നു കൊണ്ടായിരിക്കും 2026 തെരഞ്ഞെടുപ്പ് പല പ്രമുഖർക്കും നേരിടേണ്ടി വരുന്നത് എന്നുകൂടി നമ്മൾ ഓർക്കേണ്ടി വരും. രാജീവ് ചന്ദ്രശേഖർ ശക്തമായ നിലപാട് CPMന് എതിരെ എടുക്കുമ്പോൾ അതൊന്നും മൂന്നാം പിണറായി സർക്കാരിന് ഗുണകരമാകില്ല. അതുകൊണ്ട് തന്നെ ഇനി ഒരു അധികാരത്തിലേക്ക് വരുമോ എന്നത് കാത്തിരുന്ന് കാണാം.